നമസ്കാരം. സ്പെസിയ ഡയറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. സാമ്പാർ, പുളിശ്ശേരി, രസം തീർന്നു നമ്മുടെ ഒഴിച്ചുകറികളുടെ വെറൈറ്റി. ഊണിനുള്ള ഒഴിച്ചുകറിക്കും വേണ്ട ഒരു മാറ്റമൊക്കെ തയ്യാറാക്കാം. തേങ്ങാപ്പാലിൽ ഒരു ഹെൽത്തി വെണ്ടക്ക പുളിങ്കറി എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന രുചികരമായ ഈ ഒഴിച്ചുകറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് അടുപ്പത്തേക്ക് ഒരു പാത്രം വെച്ചിട്ട് ചൂടാക്കാം. പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കുക. ഇതിലേക്ക് ഒരു വലിയ ഉള്ളി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 4 പച്ചമുളക് നടുകീറിയത്, 2 തണ്ട് വേപ്പിലയും ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഉള്ളിയുടെ കളറൊക്കെ ചേഞ്ച് ആവുന്ന സമയത്ത് ഇതിലേക്ക് 250 ഗ്രാം വെണ്ടക്ക അരിഞ്ഞത്, ഒരു വലിയ തക്കാളി അരിഞ്ഞതും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് 2 മിനിറ്റ് കുക്ക് ചെയ്യുക. 2 മിനിറ്റ് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾ, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 ടീസ്പൂൺ മല്ലി പൗഡറും ചേർത്തതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് 2 മിനിറ്റ് വീണ്ടും കുക്ക് ചെയ്യുക. 2 മിനിറ്റ് കഴിഞ്ഞാൽ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ 1 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിക്കുക. തേങ്ങയുടെ 2ാം പാൽ 1 കപ്പ് കൂടി ഒഴിച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിള വരുന്ന വരെ കുക്ക് ചെയ്തെടുക്കുക. നല്ലപോലെ തിള വന്ന് ചാറൊക്കെ ഒന്ന് കുറുകി വന്നാൽ വളരെ ചെറിയ തീയാക്കിയതിന് ശേഷം ഇതിലേക്ക് തേങ്ങയുടെ 1ാം പാൽ 1 കപ്പ് ഒഴിക്കുക. ഈ തേങ്ങാപ്പാലും ചേർത്ത് 2-3 സെക്കൻഡ് നല്ലപോലെ ഒന്ന് യോജിപ്പതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് കറി നമുക്ക് മാറ്റി വെക്കാം. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. വെളിച്ചെണ്ണ ചൂടായാൽ 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 5 ചെറിയ ഉള്ളി അരിഞ്ഞത്, 1 തണ്ട് കറിവേപ്പില, 3 പച്ചമുളകും ചേർത്തതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതൊന്ന് ഗോൾഡൻ കളറാകുമ്പോൾ ചെറിയ തീയിലേക്ക് മാറ്റിയതിന് ശേഷം 1 ടീസ്പൂൺ കാശ്മീരി മുളകും ചേർത്തിട്ട് 1 മിനിറ്റ് മിക്സ് ചെയ്യുക. ആ 1 മിനിറ്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് നമുക്ക് താളിക്കാം. അപ്പോൾ നമ്മുടെ വെറൈറ്റി വെണ്ടക്ക പുളിങ്കറി ഇവിടെ റെഡി ആയിരിക്കുന്നുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എൻ്റെ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതുക. എൻ്റെ വീഡിയോകൾ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലത്തെ വെറൈറ്റി റെസിപ്പിയുടെ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സോ ഇറ്റ്സ് മീ താഹിർ, സ്പെസിയ ഡയറി, സൈനിങ് ഓഫ്. ബൈ.